Hi all, this is Cock. Ramachandra Boys and Cock. റൈറ്റർ ഡയറക്ടർ ഹനീഫ് അദേനി. ഈ സിനിമ 2.5 മണിക്കൂറുണ്ട്. ഈ സിനിമ നിങ്ങൾക്ക് പല വിധത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങൾ വല്ല പാപവും ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ പുണ്യസ്ഥലങ്ങളിലും ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. നേരെ തിയേറ്ററിൽ കയറോ ഈ സിനിമ ഇരുന്ന് കാണുക 2.5 മണിക്കൂർ. എഴുന്നേറ്റ് പോകരുത്, ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകരുത്. ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പാപവിമുക്തയായി കഴിഞ്ഞു. കാരണം അത്രയും വലിയ കൊടൂരമായ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് പാപം ചെയ്തോട്ടെ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ശിക്ഷ ലഭിക്കാനില്ല. 2.5 മണിക്കൂർ ഇത് കാണുക. രാമചന്ദ്ര ബോസ് കോ കാണുക. അതുപോലെ തന്നെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ടി ഈ സിനിമ യൂസ് ചെയ്യുന്നതാണ്. ജയിലിൽ ഇത് പ്രദർശിപ്പിക്കുക. ഡെയിലി ഇത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാൾ ആ ജയിലിലേക്ക് തിരിച്ചു വരില്ല, കുറ്റം ചെയ്ത് തിരിച്ചു വരില്ല. കാരണം അതുപോലത്തെ ശിക്ഷയാണിത്, കൊടിയ ശിക്ഷ. ഉത്തര കൊറിയയിലേക്ക് ഇത് അയച്ചു കൊടുക്കാം. കിങ് ജോയിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അവിടെ അത് ഉപയോഗിക്കാം. പണ്ടത്തെ കാലത്ത് പവനായി ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും, ഗറില്ല യുദ്ധമുറ, മെഷീൻ ഗണ്ണ്, മലപ്പുറം കത്തി, ആ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിന്റെ CD കൂടി അതിലുണ്ടാവും. കാരണം അതുപോലത്തെ ശിക്ഷ കൊടുക്കാൻ പറ്റിയ ഒരു ഗംഭീര ടൂളാണ് ഈ സിനിമ. ബെസ്റ്റികളെ കൊണ്ട് ഏതെങ്കിലും കാമുകന്മാർക്ക് അവരുടെ ഗേൾഫ്രണ്ടിന്റെ ബെസ്റ്റിയിൽ കൊണ്ട് ശല്യം ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച് ഈ കൊണ്ടുപോയി സിനിമ കാണിക്കുക. പിന്നെ ആ പുള്ളി മാനസിക തകർന്നോളും. പിന്നെ പുള്ളി ഒന്നും പറ്റാതായി പോകും ജീവിതം. അങ്ങനെ ഒരു തരത്തിൽ മിലിറ്ററി ഗ്രേഡ് ആയിട്ട് ഉപയോഗിക്കാം. മിലിറ്ററിയിൽ ഇത് കാണിച്ചിട്ട് അവരെ കൂടുതൽ മാനസികമായിട്ട് എന്തിനും തയ്യാറാവാൻ വേണ്ടി പ്രിപ്പയർ ആവാം. കാരണം അതുപോലത്തെ ഒരു മാനസിക ഘട്ടത്തിലൂടെ അവർ കടന്നുപോയി കഴിയും 2.5 മണിക്കൂർ ഇത് കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കാവുന്ന മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്ന ഒരു സിനിമയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ.